ലോകമാനവികതയ്ക്ക് വേണ്ടി 41 വർഷക്കാലം തന്റെ ജീവിതം സമർപ്പിച്ച പുണ്യാത്മാവാണ് ശ്രീനാരായണ ഗുരുവെന്ന് റിട്ടയർഡ് ജഡ്ജ് പി മോഹനദാസ്. കുന്നത്തുനാട് SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നത്തുനാട് SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ KK കർണന്റെ അധ്യക്ഷതയിലാണ് പെരുമ്പാവൂരിൽ 97ാമത് സമാധി ദിനാചരണം നടത്തിയത്. ഗുരുവിന്റെ ദർശനം ഇന്ത്യൻ ഭരണഘടനയിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമെന്നും ലോകം ഇന്ന് ശ്രീനാരായണ യുഗത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റിട്ടയർഡ് ജഡ്ജും മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർപേഴ്സണുമായ പി മോഹനദാസ് പറഞ്ഞു. സുപ്രീം കോടതിയും ഒക്കെ ശ്രീനാരായണ ഗുരു ദൈവമായിരുന്നു, അതോ ശ്രീനാരായണ ഗുരു ദൈവമല്ലായിരുന്നു എന്നൊക്കെ പല വിധികളും ഒരുപക്ഷെ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ, ഈ ലോകത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം കാണിച്ചു തന്ന പ്രവൃത്തികളെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കൊണ്ട് ഇന്ന് ശ്രീനാരായണ ഗുരു മറ്റൊരു കാലഘട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ മഹാഗുരു ഇന്ന് ശ്രീനാരായണ യുഗത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യോഗത്തിൽ S. ഗൗരിനന്ദ മുഖ്യപ്രഭാഷണവും ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തപസ്സിലൂടെ ഗുരു നേടിയെടുത്ത സത്യസ്വരൂപം ജനനമോ മരണമോ ഇല്ലാത്തതാണെന്ന് സ്വാമി പറഞ്ഞു. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ KA ഉണ്ണികൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ TN സദാശിവൻ, സുനിൽ പാലിശ്ശേരി, ജയൻ പാറപ്പുറം, വിപിൻ കോട്ടക്കുടി, അനിൽ വളയൻ ചിറങ്ങര, ബിജു വിശ്വനാഥൻ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ശാന്തകുമാരി ടീച്ചർ, സെക്രട്ടറി മോഹിനി വിജയൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനന്ദ് ഓമനക്കുട്ടൻ, സെക്രട്ടറി CP മഹേഷ്, ചേരാനല്ലൂർ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി TV ഷിബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.